എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസിയായി എങ്ങനെ പൊറോട്ട തയ്യാറാക്കാമെന്ന് നോക്കാം. മാവ് കുറേ നേരം കുഴയ്ക്കുകയും വീശുകയും ഒന്നും വേണ്ട. വളരെ സോഫ്റ്റായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ചോറ് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. അതിനായി 1/4 കപ്പോളം ഇളം ചൂടുള്ള പാലൊഴിക്കാം. കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം. നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മാവ് വല്ലാതെ ലൂസാവണ്ട. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർക്കാം. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മൈദ ആയതുകൊണ്ട് നന്നായി ഒട്ടിപ്പിടിക്കും. ചോറുമായിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം പിന്നെ വേണമെങ്കിൽ മാത്രം പാലൊഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കണ്ട, പാൽ തന്നെ ഒഴിക്കാം. അപ്പോഴാണ് പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോഴും ചെറിയ ചൂടുണ്ട് പാലിന്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസാവണം, അല്ലാതെ ടൈറ്റ് ആവണ്ട. കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒന്ന് കഴുകിയെടുക്കാം. കൈ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നന്നായി കുഴച്ചെടുക്കാം. ഇടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാകും. ഇനി ഇതൊരു 10 മിനിറ്റോളം റെസ്റ്റിനായി വയ്ക്കാം. കുറച്ച് എണ്ണ കൂടി തൂവി കൊടുക്കാം. മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കാം. രണ്ട് ഉരുളകളാക്കി എടുക്കാം. ഒരേ വലുപ്പത്തിലുള്ളതാവണം. കൗണ്ടർ ടോപ്പിലേക്ക് എണ്ണ തേച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് നന്നായി കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കാം. എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തേക്കണം.
ഇനി ഇതിലേക്ക് കുറച്ച് പൊടി തൂവാം. മൈദ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായി തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇത് ഓരോ പീസുകളായി കട്ട് ചെയ്യാം. ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഇത് അമർത്തിയെടുക്കാം. സൈഡുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് നന്നായി പരത്തിയെടുക്കാം. നമുക്ക് എത്ര വലുപ്പം ആവശ്യമുണ്ടോ അതുപോലെ പരത്താം. ഈ ഒരു വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. തവ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇടാം. തിരിച്ചിടാം. ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ചേർക്കാം. നല്ല ലെയേഴ്സായി തന്നെ വന്നിട്ടുണ്ട്. 3-4 പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. 3-4 റെഡി ആകുമ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ലെയേഴ്സ് എല്ലാം ഒന്ന് പിരിഞ്ഞ് വരാൻ തുടങ്ങും. ഇത്രയും മതി. ഇതെടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നിറയെ ലെയേഴ്സും ഉണ്ട്. ഇടയ്ക്ക് പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. മുട്ടയൊന്നും ചേർക്കാതെ വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.